ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഈ വർഷത്തെ ആദ്യത്തെ വീഡിയോ ആണ്. ഈ പുതുവർഷത്തിൽ എന്തായാലും ഒരു വീഡിയോ ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇടുന്നതാണ് കേട്ടോ. അപ്പം എന്നും ഇടാൻ ശ്രമിക്കാം. അപ്പോൾ രാവിലെ ഞങ്ങൾക്ക് രാവിലത്തെ കുർബാനയ്ക്ക് പോയത്. ഇന്നലെ രാത്രി തലേന്ന് രാത്രിയിൽ 11:30 ആരാധന, 12 മണിക്ക് കുർബാനയായിരുന്നു. അപ്പം കൊച്ചിന് സ്കൂളിൽ പോകണമല്ലോ, ചേട്ടയ്ക്ക് ഡ്യൂട്ടിക്കും പോകണം. അതുകൊണ്ട് ഞങ്ങൾ രാവിലത്തെ കുർബാനയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു. രാവിലെ 6:30 കുർബാനയ്ക്കാണ് പോയത് കേട്ടോ. അപ്പോഴത്തെ കുർബാനയെ കഴിഞ്ഞ് വീട്ടിൽ വന്നു. ഞാൻ എന്തെങ്കിലും മാവാണെങ്കിലേ നമ്മൾ സാധാരണ അപ്പത്തിനും പാലപ്പത്തിനൊക്കെ അരയ്ക്കുമ്പോൾ ഈ അപ്പത്തിന് ഈസ്റ്റ് അല്ലെങ്കിൽ സോഡാപ്പൊടി നമ്മൾ ചേർക്കാറില്ലേ. പക്ഷെ അതാണെങ്കിൽ വേറൊരു ടേസ്റ്റ് വേണമല്ലേ, നമുക്കങ്ങനെ ഇഷ്ടപ്പെടത്തില്ല. തന്നെയല്ല നമുക്കധികം നല്ലതുമല്ല ആരോഗ്യത്തിന്. എൻ്റെ അമ്മ എനിക്കൊരു ടിപ്പ് പറഞ്ഞു തന്നു. നമ്മുടെ പുളിച്ച മാവ് ഇരിപ്പുണ്ടെങ്കിൽ അത് ചേർത്താൽ മതിയെന്നേ. അപ്പം എൻ്റെ കയ്യിൽ ദോശമാവ് ഇരിപ്പുണ്ടായിരുന്നു മെഞ്ഞാന്നത്തെ. അപ്പം ഞാൻ മമ്മി ഇങ്ങനെ ഒരു ഇത് പറഞ്ഞു തന്ന കാരണം ഞാൻ കുറച്ച് മാറ്റി വെച്ചിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതിൽ നിന്നൊരു ശകലം മാത്രം ഞാൻ അത് ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ. അപ്പോഴേക്കും രാവിലെ ആയപ്പോഴേക്കും നന്നായിട്ട് പൊങ്ങി. ഈസ്റ്റോ സോഡാപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. നല്ല ഭംഗിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. പിന്നെ രാവിലെ സമയം കിടത്തുകൊണ്ട് തലേന്ന് സാമ്പാറിനുള്ളതൊക്കെ അരിഞ്ഞ് വെച്ചായിരുന്നു കേട്ടോ. അപ്പം പാലപ്പത്തിനാണ് ഞാൻ അരച്ചത്. പക്ഷേ കൊച്ചിന് പാലപ്പത്തിനോട് താല്പര്യമില്ല. കൊച്ചിന് ദോശ പോലെ ചുട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അത് കാരണം ദോശ പോലെ ചുട്ടെടുത്ത് കേട്ടോ. ദോശയും അതായത് അപ്പം സാമ്പാറുമാണെന്ന് രാവിലെ കേട്ടോ. പിന്നെ ഇതിങ്ങനെ ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ പള്ളിയിലൊക്കെ നമുക്കിങ്ങനെ ബൈബിൾ വചനം കിട്ടുമായിരുന്നേ. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ വചനപ്പെട്ടി ഇരുന്ന് കാരണം ഞങ്ങളിങ്ങനെ ഓരോ വചനം എടുത്തു കേട്ടോ. ഞാനും എടുത്തു, കൊച്ചും എടുത്തു. അപ്പോൾ കൊച്ചിനെ എടുത്തപ്പം കിട്ടിയതാണ് കേട്ടോ. തന്നിൻ്റെ കൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കാൻ യേശുവിന് കഴിവുണ്ട്. എന്താണ് കിട്ടിയ വചനം കേട്ടോ. നല്ലൊരു വചനമാണ് കിട്ടിയത്. അബിക്ക് ഇന്ന് സ്കൂളിൽ ക്രിസ്മസ് പ്രോഗ്രാമും ന്യൂ ഇയർ പ്രോഗ്രാമും കൂടെ എല്ലാം ഒന്ന് ചെന്നാണ് കേട്ടോ. അപ്പോൾ അബിക്ക് പനിയായത് തന്നെ 2 ദിവസം സ്കൂളിൽ പോയില്ല. ഇന്നോട്ടാണ് പോയി തുറക്കുന്നത്. അപ്പം പുതിയ ഉടുപ്പും വളയും മാലയൊക്കെ ഇട്ടാണ് ഇന്ന് അബിമോളുടെ സ്കൂളിൽ പോണത്. കേക്കൊക്കെ കട്ട് ചെയ്ത് ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കേക്കൊക്കെ കൊടുത്തു. അബിക്ക് കേക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അബി ചുമ്മാ ജസ്റ്റ് ചൂണ്ടിൽ മുട്ടിച്ച് കൊടുക്കണേ ഉള്ളൂ കേട്ടോ. കേക്ക് കട്ട് ചെയ്യാൻ വിളിച്ചപ്പോഴേ അവൾ പറഞ്ഞു, ഞാൻ കേക്ക് കഴിക്കത്തില്ല, ഞാൻ വെറുതെ കട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. എനിക്ക് അങ്ങനെ കേക്കുകളൊന്നും ഇഷ്ടമല്ല കേട്ടോ. ചിലപ്പോൾ കഴിക്കത്രേ ഉള്ളൂ. പ്രത്യേകിച്ച് പ്ലം കേക്ക് എനിക്ക് ഒട്ടും ഇഷ്ടമില്ല കേട്ടോ. ബാക്കിയുള്ളത് പിന്നെയും കഴിക്കും. ഇതിപ്പം ക്യാരറ്റ് പുഡിങ് കേക്കാണ്. അതാണ് ഒരു ചെറിയ ഇഷ്ടത്തിൽ കഴിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ സാമ്പാർ വെക്കാൻ കയറി. സാമ്പാർ എനിക്കാണെങ്കിൽ കായം ഇട്ട് സാമ്പാർ വെക്കാൻ ഇഷ്ടം കേട്ടോ. കായപ്പൊടി എഴുതുന്നതിനേക്കാളുമൊക്കെ. അങ്ങനെ നമ്മുടെ സാമ്പാറൊക്കെ 2 വിസിലൊക്കെ അടിച്ചു. ഞാൻ കടുക് വറുത്തു, നമ്മുടെ പൊടിയൊക്കെ ചേർത്ത് നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടോ. പിന്നെ ഞാൻ അപ്പത്തിന് ദോശയ്ക്കൊക്കെ അരയ്ക്കുമ്പം 2 ദിവസത്തേക്കുള്ളത് അരയ്ക്കും കേട്ടോ. അങ്ങനെ ഞാൻ 2 ദിവസത്തേക്കുള്ള നോക്കിയാണ് ഞാൻ അപ്പത്തിന് അരച്ച് വെച്ചിരുന്നത്. അതിന് കുറച്ച് നേരം ഉപ്പിടാണ്ട് ഞാൻ മാറ്റി വെച്ചു. ഉപ്പിട്ടാൽ മാവ് പെട്ടെന്ന് കേടായി പോലോ. അപ്പോൾ അത് കാരണം കേടാകാതിരിക്കണമെങ്കിൽ ഉപ്പിടാണ്ട് സൂക്ഷിക്കണം ഫ്രിഡ്ജിൽ. അങ്ങനെ ഞാൻ ഉപ്പിടാണ്ട് കുറച്ച് മാവ് മാറ്റി വെച്ചു. അങ്ങനെ അബിമോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് സ്കൂളിൽ പോകാൻ റെഡിയായിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ അവൾക്ക് എന്നും സ്കൂളിൽ പോകുന്ന നേരം തലയിൽ പൂ വെക്കണതാണ് ഇഷ്ടം. അപ്പോൾ എന്നും പോയി നോക്കും, എന്തെങ്കിലും പൂക്കളുണ്ടോ നോക്കും തല വയ്ക്കാൻ പറ്റിയത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.